ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം വചനം. നാം അതിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘ ആയുസ് തരും. ആമേൻ, ആമേൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദീർഘായുസോടുകൂടി ഇരിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി: ദൈവത്തെ ആരാധിക്കുക. നമുക്ക് ജീവൻ നൽകിയ, നമ്മെ പരിപാലിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന, എത്രയോ തവണ മരണകരമായ അപകടങ്ങളിൽ നിന്ന് പോലും ദൈവം നമ്മെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിനെല്ലാം പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ആരാധിക്കാൻ സാധിക്കണം. ഇതാണ് വിശുദ്ധ ജനത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. തൻ്റെ ജനത്തോട് ദൈവത്തെ ആരാധിക്കുവാൻ മോശയോട് കൽപ്പിച്ച ദൈവം അവിടത്തേക്ക് ആരാധനയുടെ ആവശ്യമുണ്ടായിട്ടല്ല, പിന്നെയോ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷവും നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ആമേൻ, 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 ആമേൻ. നമ്മളിപ്പോൾ ഒരു കീർത്തന ഗാനം പാടി ആരാധിക്കാൻ പോവുകയാണ്. ഇത് വലിയ വിശ്വാസം നൽകുന്ന ഗാനമാണ്. വലിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്ന ഗാനമാണ്. ഞാൻ നിന്നെ നയിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, നിന്റെ മുറിവുകൾ ഞാൻ വെച്ചു കെട്ടും. ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ആമേൻ. ഈ വലിയ ബോധ്യത്തോടെ, ഈ വലിയ വിശ്വാസത്തോടെ ഈ കീർത്തനഗാനം ഞങ്ങളോടൊപ്പം ചേർന്നു പാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പാടാമോ? അതെ, നീ ഭയപ്പെടേണ്ട. ആമേൻ. നീ തളരണ്ട മകനെ.
ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുന്ന് നിന്നെ സഹായിക്കും, നിന്നെ ശക്തിപ്പെടുത്തും. പാടി ആരാധിക്കാം. ജീവജലം നൽകി നിന്നെ ഉണർത്താം. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടാമോ? ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? പച്ചയാം പുൽമേട്ടിൽ നയിക്കാം, ജീവജലം നൽകി നിന്നെ ഉണർത്താം. ഇരുളല വീഴും താഴ്വരയിൽ വഴി തെളിച്ചെന്നും കൂടെ വരാം. അവൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. പാടിക്കേ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നമ്മുടെ വേദനകളിലും നമ്മുടെ നെടുവീർപ്പിലും നമ്മളോട് ചേർത്ത് പിടിക്കുന്ന ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവമക്കളെ, ഒന്ന് ചേർന്ന് ഈ പ്രത്യാശയുടെ ഗാനം പാടി വിശ്വാസത്താൽ നിറയപ്പെടട്ടെ. അവൻ നമ്മുടെ കൈകളിൽ, അവന്റെ കൈകളിൽ നമ്മെ വഹിക്കും. അവന്റെ തോളത്തോട് മാറോട് ചേർത്ത് പിടിക്കും. അവൻ ഭയപ്പെടേണ്ട, അവൻ കൂടെയുണ്ട്. ശക്തി ഇറങ്ങട്ടെ, സൗഖ്യത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. എല്ലാ നൊമ്പരങ്ങളും മുറിവുകളും സൗഖ്യപ്പെടട്ടെ. സ്നേഹതൈലം കൊണ്ട് നിറയപ്പെടട്ടെ. പാടാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഒരിക്കൽ കൂടി പാടാമോ? അവൻ കൂടെയുള്ള ദൈവമാണ്. മകനെ മകളെ, നീ ഭയപ്പെടേണ്ട. ആമേൻ.
ഹല്ലേലൂയ 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 യേശുവേ. ഇതാ നമ്മെ സൗഖ്യം കൊണ്ട് പൊതിയപ്പെടുന്ന ദൈവം. വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നമ്മുടെ വേദനകളിലും നൊമ്പരങ്ങളിലും ദുഃഖങ്ങളിലും ആശ്വാസദായകനായ ദൈവം, സൗഖ്യദായകനായ ദൈവം കടന്നു വരുന്ന സമയമാണ്. നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. ദൈവശക്തി ഇറങ്ങുന്ന സമയമാണ്. നീ വിശ്വാസത്തോടെ സ്തുതിച്ചേ. നിന്റെ അവസ്ഥ ഏതവസ്ഥയാണോ ആ അവസ്ഥയിൽ നിന്ന് ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാൻ ഇടയാവുകില്ല. അതെ, അവൻ ഉറങ്ങുന്നവനല്ല. നമ്മുടെ ഏത് ജീവിത പ്രതിസന്ധികളിലും നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. ആ ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. ആയതിനാൽ ഈ ഗാനം നിങ്ങളെ ഏവരെയും ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി, സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നാം അടുത്ത കീർത്തന ഗാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് മക്കളെ, ദൈവത്തെ നിരന്തരം പാടി ആരാധിക്കണം. കാരണം അവൻ സകല സ്തുതികൾക്കും യോഗ്യനായ ദൈവമാണ്. ത്രിത്വേക ദൈവത്തെ ആരാധിക്കണം. പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും സർവ അനുഗ്രഹങ്ങളും വിളമ്പിത്തരുന്ന പരിശുദ്ധാത്മാവിനെയും നാം ചേർന്ന് ആരാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വചനം നമുക്ക് വായിച്ചു കേൾക്കാം. നമ്മൾ വചനം വായിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആ വചനശക്തി, ആ വചനത്തിന്റെ അഭിഷേകം ഇറങ്ങുവാൻ തക്കവണ്ണം വിശ്വാസത്തോടെ വചനം കേൾക്കണം. വചനം ശക്തിയാണ്. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ആയുധമാണ്. സാത്താനെ തകർക്കുന്ന ആയുധം, രോഗപീഠകളെ സൗഖ്യപ്പെടുത്തുന്ന ആയുധം, തകർന്നവനെ ആശ്വസിപ്പിക്കുന്ന ദൈവശക്തിയാണ് വചനം. ആകയാൽ ഈ വിശ്വാസത്തോടെ നമുക്ക് കേൾക്കാം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന് വേണ്ടി അടുത്തേക്ക് വന്നു. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഹല്ലേലൂയ. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേലെല്ലാം തൻ്റെ സമ്പത്ത് വർഷിക്കും എന്നരുളി ചെയ്ത ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നാം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നാം അവിടുത്തെ ഒന്ന് ആരാധിച്ചാൽ മാത്രം മതി. ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മെ വഴി നടത്തും. ഈ വലിയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് ഈ കീർത്തന ഗാനം പാടാം. ആമേൻ. നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം.
അത്യുന്നതനാം കർത്താവല്ലോ, നിത്യം വാഴും കർത്താവല്ലോ, പുത്രൻ രൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. പുത്രൻ രൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. യേശുവേ, പിതാവായ ദൈവമേ, അപ്പാ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു, അങ്ങേ നാമത്തെ പാടി വാഴ്ത്തുന്നു. നിത്യമഹോന്നത സൃഷ്ടാവല്ലോ, സത്യമഹോന്നത രക്ഷകനല്ലോ, ആദിയും അന്ത്യവുമായവനല്ലോ, സർവശക്തി പരിപാവനല്ലോ. ചേർന്ന് പാടിക്കേ. പുത്രൻ രൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. എല്ലാവരും ചേർന്ന് പാടുന്നു. പുത്രൻ രൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. ത്രിത്വൈക ദൈവത്തെ പാടി ആരാധിക്കാം. സർവചരാചരങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ ആരാധിക്കട്ടെ. സമസ്ത ജനപദങ്ങളും എല്ലാ ജാതികളും ദൈവത്തെ ആരാധിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സർവചരാചര പാലകനല്ലോ, സകല കൃപാവരദായകനല്ലോ, സൈന്യാധിപനാം കർത്താവല്ലോ, ത്രിത്വമേക പരിപൂരിതനല്ലോ, പുത്രൻ രൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. ചേർന്ന് പാടാമോ? പുത്രൻ രൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. അത്യുന്നതനാം കർത്താവല്ലോ, നിത്യം വാഴും കർത്താവല്ലോ. ചേർന്ന് പാടാം. പുത്രൻ രൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. പുത്രൻ രൂഹായേ, നിത്യമഹോന്നത
പാടി ആരാധിച്ചേ, എല്ലാം മറന്ന് ആരാധിച്ചേ. അപ്പാ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന യേശുവേ. പരിശുദ്ധാത്മാവേ, ദൈവാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പാ പിതാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും അവിടുന്ന് ആശീർവദിക്കണമേ. അവിടുത്തെ സ്നേഹ സമൃദ്ധിയുടെ കരം, അവിടുത്തെ ആശീർവാദത്തിൻ്റെ കരം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും സ്വർഗീയ നല്ല പിതാവേ അവിടുന്ന് കനിഞ്ഞ് ആശീർവദിക്കണമേ. സകല നന്മകളുടെയും ഉറവിടമായ യേശുവിൻ്റെ സ്നേഹാശീർവാദം, ത്രിത്വേക ദൈവത്തിൻ്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹ ആശീർവാദം ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.